93,000 കിലോമീറ്റർ ഓടിയ ജനറേഷൻ 1 ഓല S1 പ്രോയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഏറെ നാളായിട്ടുള്ളൊരു സുഹൃത്തായിട്ടുള്ള ഡാർവിനാണ്. നമുക്ക് കുറേ നാളായിട്ട് പരിചയമുള്ളൊരു വ്യക്തിയാണ്. നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോയും ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓലയിലേക്ക് വരാം. ഇപ്പോൾ വണ്ടി എടുത്തിട്ട് എത്ര വർഷമായി? വണ്ടി ഇപ്പോൾ എടുത്തിട്ട് ഒരു 3.5 വർഷം ആവുന്നു. 2022 സെപ്റ്റംബർ 30 എൻ്റെ വണ്ടി. 3.5 വർഷം ആവുന്നു. അപ്പോൾ വാറണ്ടി കാര്യങ്ങളെല്ലാം? വാറണ്ടി കഴിഞ്ഞു. വാറണ്ടി 80 എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. 5 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്ററാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ ഈ 93,000 കിലോമീറ്റർ ഓടും എന്നുള്ളത് ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ 90,000 കിലോമീറ്ററൊക്കെ ഈ വണ്ടി ഓടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എടുക്കുമ്പോൾ. എന്ത് ധൈര്യത്തിലാണ് അപ്പം അന്ന് വന്ന് കയറുന്നത് ഇതിനകത്തോട്ട്, ഇലക്ട്രിക് സ്കൂട്ടർ? അന്ന് നമുക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടാനുണ്ടായിരുന്ന വണ്ടി ഇത് മാത്രം ഉണ്ടായിരുന്നു. ഇതും ഏതറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതർ ഞാൻ നോക്കിയിട്ട് റേഞ്ച് എനിക്ക് പോരാ. അതുകൊണ്ടാണ് റേഞ്ച് മാത്രം നോക്കിയിട്ടാണ് ഈ വണ്ടി അന്ന് എടുക്കുന്നത്. ഡാർവിൻ്റെ യൂസ് കേസ് ഒന്ന് പറഞ്ഞേ, അതായത് എത്രത്തോളം യാത്ര ചെയ്യും ഡെയിലി എന്നൊക്കെ ഉള്ളത്? ഞാൻ ഡെയിലി അല്ല, ഞാൻ ശരിക്കും നോക്കുന്നത്, ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യാണ്. എൻ്റെ വീട് ഒറ്റപ്പാലത്താണ്. അപ്പോൾ മിക്കവാറും എല്ലാ ആഴ്ചയിലും ഞാൻ വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ പോകുമ്പം വണ്ടിയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. നേരത്തെ ഈ കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ ഒരു സംഭവമാണത്. കൊറോണയ്ക്ക് എൻ്റെ ഒരു നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു, ഫാസിനോ ഉണ്ടായിരുന്നു. ഫാസിനോയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഫാസിനോ കൊടുത്തിട്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഉദ്ദേശം വേറൊന്നുമല്ല, എല്ലാ ആഴ്ചയിലും വീട്ടിൽ പോയി വരാൻ പറ്റണം കുറഞ്ഞ ചിലവിൽ. അതുപോലെ തന്നെ ആ ഒരൊറ്റ കാര്യമാണ് റേഞ്ച് നോക്കി വണ്ടി എടുക്കാൻ കാരണം. എത്ര കിലോമീറ്ററാണ് അപ്പോൾ വീട് വരെ ഉള്ളത്? വീട്ടിലേക്ക് ഇവിടുന്ന് 125 കിലോമീറ്ററാണ്. ഒറ്റ ചാർജിലെത്താം. അപ്പോൾ ഒറ്റ ചാർജിലെത്താനുള്ള ഒരു ഉദ്ദേശം കൂടി നോക്കിയിട്ടാണ് ഈ ഓലയിലേക്ക് വരുന്നത്. അല്ല, ഞാൻ ഏതർ പ്രിഫർ ചെയ്തിരുന്നത്. ഇപ്പോൾ എന്താണ് അവസ്ഥ? ഇപ്പോൾ ഇത്രയും നാൾ 90,000 കിലോമീറ്ററൊക്കെ ഓടിച്ച് കഴിഞ്ഞിട്ട് റേഞ്ച് എന്ത് കിട്ടുന്നുണ്ട്? ഇപ്പോൾ റേഞ്ച് ഒരു 5% റേഞ്ച് കുറവ് തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഈ 125 കിലോമീറ്റർ ഓടി അവിടെ ചെന്നതിന് ശേഷം ഒരു 18% ചാർജ്, 18-20% ചാർജ് ബാക്കിയുണ്ടാവും. അതിൽ ഓക്കെയാണ്. അതിപ്പോഴും കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടി ഇപ്പോൾ 3.5 കൊല്ലം യൂസ് ചെയ്തിട്ട് ഞാൻ ചോദിക്കട്ടെ, ബാറ്ററി മാറിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ബാറ്ററി മാറിയിട്ടില്ല. സ്റ്റോക്ക് ബാറ്ററിയിലാണ്. അപ്പോൾ ഓല യൂസ് ചെയ്യുന്ന ആളുകളിൽ വളരെ ഭാഗ്യമുള്ള ആളുകളിൽ ഒരാളാണ് ഡാർവിൻ. വേറെ ഈ 3.5 വർഷത്തെ യാത്രയിൽ എന്തൊക്കെ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്? അങ്ങനെ നോക്കിയാൽ കാര്യമായ കംപ്ലൈൻ്റ് ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. മോട്ടറോ ബാറ്ററിയോ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ തേയ്മാനം വന്ന സാധനങ്ങൾ മാറ്റുക, പിന്നെ ബ്രേക്ക് പാഡ് മാറ്റൽ, ടയർ മാറ്റൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് വന്നേക്കണേ. പിന്നെ ഫ്രണ്ട് ഫോർക്ക് അവർ മാറ്റി അപ്ഗ്രേഡ് ചെയ്ത് തന്നിട്ടുണ്ട് പണ്ട് ആ ഒരു സമയത്ത്. അതിനുശേഷം വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ 90,000 മാറ്റിയിട്ടുണ്ടോ? ഇല്ല, സസ്പെൻഷൻ ഇതുവരെ മാറ്റിയിട്ടില്ല. ഞാൻ 2 തവണ അതിന് വേണ്ടി ട്രൈ ചെയ്തതാണ്. അപ്പോൾ അവർക്ക് സ്റ്റോക്കില്ല എന്ന് പറഞ്ഞു വിട്ടു. എന്താണ് അവസ്ഥ? സസ്പെൻഷൻ ഇപ്പം പോയിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 3.5 വർഷമായില്ല ഞാൻ ഓടിക്കുന്നു. ഇത്രയും ദൂരം ഓടുന്നുണ്ട്, പിന്നെ അത്രയും റണ്ണിങ് ഉണ്ട്. സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് അന്ന് പറഞ്ഞു. പിന്നെ ഞാനത് മൈൻഡ് ചെയ്തില്ല. ഇനിയിപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ശരിയാക്കണം എന്നുണ്ട്. കുറച്ചുകൂടെ കേട്ടാ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഓടുന്നിടത്തോളം ഓടട്ടെ. വേറെ പിന്നെ ഈ തേയ്മാനമുള്ള പാർട്സിൻ്റെ കംപ്ലൈൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അതാണ് മെയിനായിട്ടൊരു പ്രശ്നങ്ങൾ വന്നിരിക്കണേ. പിന്നെ ഡിസ്പ്ലേയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ബഗ്ഗുകൾ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല ഈ അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം. ബഗ്ഗുകൾ ഉണ്ടായിരുന്ന ടൈമിൽ എങ്ങനെയാ ബഗ്ഗുകളായിരുന്നു? ഓട്ടത്തെ ബാധിക്കാറുണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനെ വലിയ പ്രശ്നമുള്ള ബഗ്ഗൊന്നും വന്നിട്ടില്ല. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്ന കാര്യങ്ങളൊക്കെ. ഈ ബ്രേക്ക് പാഡ്സ് ഒക്കെ ഇപ്പോൾ എവിടെ നിന്നാണ് മാറുന്നത്? സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ്. ആണല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ സർവീസ്? അതായത് ആദ്യം ഈ വണ്ടിക്ക് സർവീസേ ഇല്ലാന്ന് ഓഫർ ചെയ്തിരുന്നതാണ്. പിന്നീട് എന്തോ സർവീസ് പാക്ക് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒക്കെ കൊണ്ടുവന്നു. ശരിക്കും എങ്ങനെയാണ് ഇതിന്റെ സർവീസ് തന്നെ? ഇപ്പം നിലവിൽ സർവീസ് ഭയങ്കര മോശം തന്നെയാണ്. ഇപ്പോഴും മോശം തന്നെയാണ്. ഇടയ്ക്കൊന്ന് നന്നായി എന്ന് വിചാരിച്ചാണ് വീണ്ടും പഴയ പോലെ തന്നെ. പീരിയോഡിക് സർവീസസ് ഇപ്പോഴും ഇല്ല. സർവീസ് ഇപ്പോഴും ഇല്ല. ഒരു ബ്രേക്ക് പാഡ് മാറണം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടാറുണ്ടോ? ഞാൻ ചെയ്യുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരിടത്തും ചെയ്യാറില്ല. അപ്പം ഞാൻ ആലുവയിലോ എടപ്പള്ളിയിലോ എവിടെയെങ്കിലും സർവീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ദിവസങ്ങളോളം വെയിറ്റ് ചെയ്യണം ഒരു ബ്രേക്ക് പാഡ് എന്ന് പറയാം. ഞാൻ വെച്ചാൽ നാട്ടിൽ ഒറ്റപ്പാലത്തുണ്ട് സർവീസ് സെൻ്റർ വന്നിട്ടുണ്ട്.
അപ്പോൾ അവിടെ നിന്നാണ് ചെയ്യണം. അവിടെ ഇപ്പോൾ എൻ്റെ ഒരു പരിചയക്കാരൻ പയ്യനുണ്ട്, ഒരു ദിലീപ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളെ വിളിച്ച് ഞാനിങ്ങനെ കാര്യം പറയും, ബ്രേക്ക് പാഡ് മാറായിട്ടുണ്ട്, എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിക്കും. ഞാൻ ടിക്കറ്റ് പോലും എടുക്കാറില്ല. ആളവിടെ ചെല്ലുമ്പോൾ തന്നെ ഞാൻ ശരിയാക്കി ഇന്ന ദിവസം വന്നോളം പറയും. 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് റെഡിയാക്കി കിട്ടും. വേറെ ഒന്നിനുമായിട്ട് സർവീസ് സെൻ്ററിൽ കയറാറില്ല ഇപ്പോൾ. പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ ഇഷ്യൂ ഒന്നും ആയിട്ട് ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് ഒരു അടി പോലെയൊക്കെ വന്നിട്ടാണ് ഇളക്കം. അത് ഈ മറ്റേ ഷോക്ക് പോയിൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ ഇഷ്യൂ ഒന്നും. സർവീസ് ഇപ്പോഴും വളരെ മോശം. സർവീസ് മോശം തന്നെയാണ് ടോട്ടലി. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് അവിടെ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ ഈ ബെൽറ്റ് എന്താണ് അവസ്ഥ? ബെൽറ്റ് അത് പറയാൻ പറ്റുമോ? ബെൽറ്റ് ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് ഞാൻ ബെൽറ്റ് ഒന്ന് മാറ്റി. ആദ്യമായിട്ട് മാറിയതാണോ? ആദ്യമായിട്ട് മാറിയത്. 92,000 കിലോമീറ്റർ ഓടി. ആ ബെൽറ്റ് ഞാൻ കൊണ്ടുവന്നുണ്ട്, വണ്ടിയിലുണ്ട്. ശരി. ഇപ്പോഴും ഒരു കംപ്ലൈൻറ്റും ഇല്ല, അത് കറക്റ്റായിട്ട് ഓടുന്നുണ്ട്. അവർ പറഞ്ഞു ഇത് അഴിക്കുവാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒന്ന് ബെൽറ്റ് വന്നിട്ടില്ല. ഞാൻ 2 തവണ പോയത്. അപ്പോൾ ബെൽറ്റ് വന്നു കഴിഞ്ഞിട്ട് ഇത് അഴിച്ചിട്ട് ബെൽറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറണം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. ഞാൻ എന്തായാലും ബെൽറ്റ് മാറിക്കുമെന്ന് പറഞ്ഞു. കാരണം 92,000 കിലോമീറ്റർ ആയി കഴിഞ്ഞിട്ടും പിന്നെ ബെൽറ്റ് നമ്മൾ വിശ്വസിച്ച് ഓടിക്കുന്ന ബുദ്ധിമുട്ട്, ഹൈവേ വഴി ഓടുന്നല്ലേ. അതുകൊണ്ട് ആ ബെൽറ്റ് ഒന്ന് ജസ്റ്റ്. അപ്പം ബെൽറ്റ് ഞാൻ എന്നിട്ട് ബെൽറ്റ് മാറിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു 10,000 കിലോമീറ്റർ ഓടാനുള്ള ഇതിൽ ബെൽറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ബെൽറ്റ് എന്ത് കോസ്റ്റ് വന്നു മാറി? ബെൽറ്റിന് ബെൽറ്റ് മൊത്തം 3000 സംതിങ് വന്നു. 3000. ഇപ്പോഴും വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതറിൻ്റെ പോലെ അല്ല. ബെൽറ്റ് വൈസ് എനിക്ക് തോന്നണം നല്ല ബെൽറ്റ് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇത് ഇനിയും ഓടുമായിരിക്കും. ഇതിന് വേണമെങ്കിൽ സെക്കൻഡ് ആയിട്ടൊക്കെ കൊടുക്കാം. അതെ, ഒരു 10,000 കിലോമീറ്ററും കൂടെ എന്തായാലും ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. ഗ്യാരണ്ടി നോക്കിയിട്ട്. അപ്പോൾ ബെൽറ്റ് മാറാനായിട്ടൊരു 3000 അല്ലേ? 3200 സംതിങ്. അതും കുറച്ച് ഹൈ ആണ് കുറച്ച്. അപ്പോൾ ഇതാണ് ഡാർവിൻ്റെ 92,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ട് ഒരു പ്രിക്കോഷനായിട്ട് മാറിയ ബെൽറ്റ്. സത്യം പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാതെ മാറിയതാണ് അല്ലേ? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. 93,000 കിലോമീറ്ററൊക്കെ ഒരു ബെൽറ്റിൽ കിട്ടാന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ ഈതർ എടുത്താൽ തന്നെ സ്റ്റോക്ക് വരുന്ന വാറണ്ടി 20,000 ആണ്. ആദ്യത്തെ വണ്ടികളൊക്കെ ആയിരുന്നപ്പോൾ 40,000-45,000 കിലോമീറ്ററൊക്കെ ബെൽറ്റിൽ പോകുമായിരുന്നു. ഈ ഒരു ബെൽറ്റിൻ്റെ ലൈഫ് ടൈമിൽ സത്യം പറഞ്ഞാൽ അവിടെ നമുക്ക് ചിലപ്പോൾ 2 എണ്ണം കഴിഞ്ഞ് 3ാമത്തെ ബെൽറ്റ് ഇടേണ്ട അവസ്ഥയായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു ബെൽറ്റ് ഓടുന്ന ടൈം കൊണ്ട് ഏതാണ്ട് 7-8 ബെൽറ്റ് മിനിമം നമ്മൾ മാറേണ്ടി വരും. ഈ ബെൽറ്റിന് എത്രയാണ് കോസ്റ്റ് പറഞ്ഞത്? മാറാനായിട്ട് 200 ലേബർ കോസ്റ്റ് ഉൾപ്പെടെ വന്നു. അപ്പോൾ അതാണ് ബെൽറ്റിൻ്റെ കാര്യങ്ങളുടെ അവസ്ഥ. പിന്നെ ഈ പറയുന്ന പോലെ ചാർജിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഫാസ്റ്റ് ചാർജിങ്, സ്ലോ ചാർജിങ് കാര്യങ്ങളെല്ലാം? ചാർജിങ് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മിക്കവാറും ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സാധാരണ വീട്ടിൽ തന്നെയാണ് ചെയ്യാറ്. വീട്ടിൽ ഈ ഫാസ്റ്റ് ചാർജിങ് ഇപ്പോൾ എന്താണ് ശരിക്കും അവസ്ഥ? ഫാസ്റ്റ് ചാർജർ എല്ലാം കംപ്ലൈൻ്റ് ആണ് ഇപ്പോൾ നിലവിൽ. ഓലയുടെ എല്ലാം കംപ്ലൈൻ്റ് ആണ്. ഒന്നും വർക്കിംഗ് അല്ല. പലതവണ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അവരത് ശ്രദ്ധിക്കുന്നേ ഇല്ല എന്ന് തന്നെയാണ്. ഫാസ്റ്റ് ചാർജിങ് അവർ സപ്പോർട്ടിങ് ഇല്ലാന്ന് തോന്നുന്നത്. ഇപ്പോൾ എവിടെ നിന്നാണ് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാറ്? ഫാസ്റ്റ് ചാർജിങ് ഇപ്പം ഞാൻ ആവശ്യം വന്നാൽ പുറത്തുനിന്ന് ചെയ്യുന്നത് ബ്ലേസ് PC-യുടെ ചാർജറുണ്ട്, അതിലാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ 1 മിനിറ്റിൽ 1% വെച്ചിട്ട് ചാർജ് കയറും അല്ലേ? അപ്പോൾ ഓല യൂസ് ചെയ്യുന്നവരാണ്, നിങ്ങൾ ലോങ് ഒക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഹൈപ്പർ ചാർജർ നോക്കിയേ വേണ്ട. അത് നമ്മുടെ ഭവേഷണ്ണൻ അന്ന് വെറുതെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തള്ളി മറിച്ചാണ്. പക്ഷേ നിങ്ങൾക്ക് ലോങ് പോകണം, ചാർജ് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങളെല്ലാവരും ബോൾട്ട് എർത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. അതിനകത്ത് ബോൾട്ട് എർത്തിൻ്റെ സ്ലോ ചാർജേഴ്സും ഉണ്ടാവും, അതുപോലെ 3.3 കിലോവാട്ട് ഫാസ്റ്റ് ചാർജേഴ്സും ഉണ്ട്. ബ്ലേസ് DC നമ്മളതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. നമ്മൾ വടക്കാഞ്ചേരിയിൽ ഒരു ചാർജറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഹൈപ്പർ ചാർജറും ഏതറിൻ്റെ ഗ്രിഡൊക്കെ പോലെ തന്നെ 3.3 കിലോവാട്ട് വരുന്നതാണ്. 1 മിനിറ്റിൽ 1% ആവറേജ് നമുക്ക് കിട്ടും. അതും ഈ പറയുന്ന പോലെ ഒരു ഫുൾ ചാർജ് ചെയ്യാനായിട്ട് ഒരു 10-30 എന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 100 രൂപയ്ക്ക് താഴെ 70-80 രൂപയ്ക്ക് നമുക്ക് ആവുള്ളൂ. പക്ഷെ അത് ഓല അവരുടെ ചാർജിങ് തരുന്നില്ലെങ്കിലും അത് ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷേ അത് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വന്നാൽ ബാറ്ററിക്ക് വാറണ്ടി തരില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടായിരുന്നു ഓലയുടെ ഭാഗത്ത്. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ അതിനെപ്പറ്റി ഒന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ളൊരു നിലപാടാണ്. അവർക്ക് അതിനെപ്പറ്റി ഒരു വലിയ ഐഡിയ ഒന്നും ഇല്ല. പക്ഷെ അതൊന്നും സത്യം പറഞ്ഞാൽ ബാധിക്കേണ്ട സാധനമല്ലേ. ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് എല്ലാവരും ഇറക്കിയേക്കുന്ന സാധനങ്ങൾ തന്നെയല്ലേ. ഇപ്പോൾ സിമ്പിൾ വൺ അവരുമായിട്ട് യോജിച്ചിട്ടാണ് അവരുടെ ചാർജിങ് സ്റ്റേഷൻ അപ്പം അതൊരു പ്രശ്നമായിട്ട് വരണ്ടല്ലോ. പക്ഷേ ഡാർവിൻ്റെ കേസിൽ എന്തായാലും ഒരു പ്രശ്നമായിട്ട് വരേണ്ടതേ അല്ല, കാരണം വാറണ്ടി ഓൾറെഡി കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ എന്താണ് പ്ലാൻ? ഈ 93,000 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോഴും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് പ്ലാൻ? ഇത് തന്നെ ഓടുന്ന അത്രയും കാലം ഓടട്ടെ എന്നാണോ, അതോ പുതിയ വണ്ടി വല്ലതും എടുക്കാനൊക്കെ പ്ലാൻസ് ഉണ്ടോ? വണ്ടി ഇപ്പം മാക്സിമം ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്, യൂട്ടിലൈസ് ചെയ്യുക, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഇപ്പോൾ എന്തായാലും വണ്ടി അടവൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ നോർമലി നമുക്ക് ഇപ്പം സാധാരണ ഒരു വണ്ടി ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, ഒരുപാട് ഹാർഡായിട്ടുള്ള യൂസ് ചെയ്യാതെ നോർമലി അങ്ങനെ ഉപയോഗിച്ച് പോവുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ടെസ്റാക്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ വണ്ടി വേണം വീട്ടിൽ വയ്ക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ EVs റെക്കമെൻഡ് ചെയ്യും? അതായത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ചേട്ടാ വണ്ടി എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കണമെന്ന് വെച്ചാൽ എന്ത് പറയും? ഞാൻ തീർച്ചയായിട്ടും ഇലക്ട്രിക് വണ്ടി സപ്പോർട്ട് ചെയ്യും. കാരണം അത് പ്രോഫിറ്റബിളാണ്. അപ്പോൾ അത് നല്ല വണ്ടി നോക്കി നമ്മുടെ ഓരോരുത്തരുടെ യൂസിനനുസരിച്ചിട്ടുള്ള വണ്ടി എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ TVS ഒക്കെ ഫാസ്റ്റ് ചാർജിങ് ഇല്ലെങ്കിലും iQube ഫാസ്റ്റ് ചാർജിങ് ഇല്ലെങ്കിലും ചില ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം. കാരണം വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രമൊക്കെ ഉപയോഗിക്കുക, അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാം. കുറച്ചുകൂടി ലോങ് യാത്ര ഉപയോഗിക്കുന്നവർക്ക് സിമ്പിൾ വണ്ണോ അല്ല ഏതാണ്ട് റിസ്റ്റയോ അങ്ങനെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള കുറച്ച് വണ്ടികൾ അതാണ് ചെയ്യേണ്ടത്. ഓല റെക്കമെൻഡ് ചെയ്യും ഇപ്പോഴത്തെ അവസ്ഥയിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അല്ലേ? അടുത്തൊരു വണ്ടി എടുക്കുമ്പോൾ ഓല എടുക്കാൻ ചാൻസ് ഉണ്ടാവില്ല? തീർച്ചയായിട്ടും നമ്മൾ രണ്ടാമത് ആലോചിക്കും. കാരണം ഇവരുടെ സർവീസ് ആണ് മെയിൻ പ്രശ്നം. സർവീസ് ഓക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഓലയുടെ പ്രയോറിറ്റി ടാറ്റ പോലെ തന്നെ മാർക്കറ്റിങ്ങിലായിരുന്നു. വണ്ടികൾ പട്ടപടയെന്നും കൊണ്ടുവന്ന് ഇറക്കി വിടുക, ഇത്ര റേഞ്ച്, ഇത്ര പവർ, അങ്ങനെ ഫീച്ചർ, ഇങ്ങനെ ഫീച്ചർ ഒക്കെ ഉണ്ടെന്ന് പറയാം, ആളുകളെ അട്രാക്ട് ചെയ്യുക. പക്ഷേ അത്ര ആളുകൾ വാങ്ങിക്കുന്നതിനനുസരിച്ചുള്ള സർവീസ് ചെയ്യാൻ ആളുമില്ല, ഉള്ളവർക്ക് അറിയില്ല, പാർട്സും കിട്ടാനില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ച് ആക്സിഡൻ്റ് ആയിട്ട് പാനൽ പോയിട്ടുണ്ട്, പുറത്തുനിന്ന് എവിടെയെങ്കിലും പാനൽ കിട്ടുമോ? കാരണം ഓലയുടെ ഷോറൂമിന് 2 മാസമാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഓലയുടെ സർവീസിൻ്റെ ഒരു അവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് നല്ലതായിരുന്നു, പ്രൊഡക്റ്റിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നമ്പർ 1 നിൽക്കേണ്ട ഒരു ബ്രാൻഡായിരുന്നു. നമ്പർ 1 നിന്നിരുന്ന ഒരു ബ്രാൻഡാണ് അന്ന്, മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ പിന്നെ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനൊക്കെ ആയതുകൊണ്ട്. പക്ഷേ പിന്നീട് ടാറ്റ പോലെ തന്നെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ, സർവീസ് കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും 1ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്കൊക്കെ 6 എത്തിയപ്പോൾ മറ്റ് ബ്രാൻഡുകൾ ചേതക്ക്, പിന്നെ TVS ഇതേപോലെയുള്ള ബ്രാൻഡുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നെടുത്തല്ലേ കൂടുതലായി ഓലയുടെ സർവീസിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകേണ്ട ഒരു വണ്ടിയായിരുന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത് ഈ ബെൽറ്റിൻ്റെ കാര്യം തന്നെയാണ്. എടുത്ത് പറയേണ്ടതാണ്. എൻ്റെ ബെൽറ്റ് വരെ ഒരു 35 40 എത്തിയപ്പോൾ പൊട്ടിയതാണ്. ഒരെണ്ണം മാറ്റി നമ്മൾ രണ്ടാമത് മാറി. അപ്പോൾ അന്ന് നമുക്ക് ഒരു 3000 രൂപയൊക്കെ ആയി. ഇതും ഈ പറയുന്ന പോലെ സിമിലർ പ്രൈസിങ് ആണ്. പക്ഷേ ഒരു ബെൽറ്റിന് 92,000 കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഡാർവിൻ പറഞ്ഞ പോലെ ഇത് കവേർഡ് ആയതുകൊണ്ടായിരിക്കും, അതുകൊണ്ടാണെന്ന് എനിക്കും തോന്നുന്നു. ഇപ്പോൾ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് പെർഫോമൻസിൽ എന്തെങ്കിലും ഡ്രോപ്പ് കാര്യങ്ങളുണ്ടോ? പെർഫോമൻസിൽ നമുക്ക് വലിയ കുറച്ച് കുറവുള്ള പോലെ ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ കൈ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോകുന്ന ഒരു മൂവ്മെൻറ്റില്ല. പക്ഷേ വണ്ടി ലോങ് റണ്ണിങ്ങിൽ സ്പീഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല. അത് സ്വാഭാവികമായിട്ടും ബാറ്ററി എല്ലാം ഒന്ന് തേഞ്ഞൊന്ന് പഴകി വരുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ 93,000 കിലോമീറ്റർ ആയി. 93,000 കിലോമീറ്റർ നമ്മളൊരു ആക്റ്റീവയോ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കവർ ചെയ്യണമെങ്കിൽ ഐഡിയലി 50 കൂട്ടാം മൈലേജ്. സിറ്റിയിലൊക്കെ കിടന്ന് ഓടണം, ഹൈവേ എല്ലാം അടക്കം 50 വെച്ചാണെങ്കിൽ 1 കിലോമീറ്ററിന് 2 രൂപയ്ക്ക് മേലെ വരും. അപ്പോൾ 2 രൂപയ്ക്ക് മേലെ വരുന്ന പറഞ്ഞാൽ 90,000 എന്ന് പറയുമ്പോൾ തന്നെ 1,80,000 നമുക്ക് സർവീസ് അല്ലാതെ പെട്രോൾ കോസ്റ്റ് മാത്രമായി. എത്ര രൂപക്കാണ് വണ്ടി വാങ്ങിച്ചത്? വണ്ടി 1,47 പ്ലസ് അതിൻ്റെ റോഡ് ടാക്സ് എല്ലാം കൂടെ 1,65 ഉള്ളിൽ വന്നിട്ടുള്ളൂ. 1,65 വണ്ടി എടുത്തു. ഇപ്പോൾ 1,00,000 പോലും ആയില്ല, 93,000 കിലോമീറ്റർ ആയി. ഓൾറെഡി ആ വണ്ടിയുടെ വില തിരിച്ചു പിടിച്ചു. ഇപ്പോൾ ബോണസാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഓടുന്ന അറ്റം വരെ ഓടുന്ന ഓരോ കിലോമീറ്ററും നമുക്ക് ബോണസാണ് അല്ലേ? ഇപ്പോൾ പറഞ്ഞ പോലെ ഫ്യൂച്ചർ പ്ലാൻസ് പറഞ്ഞ പോലെ ടെസറാക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? പൊതുവേ ഓല എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഭയങ്കര ഒരു ഡാർക്ക് സീനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സർവീസ് പ്രശ്നങ്ങൾ, ക്വാളിറ്റി റിലേറ്റഡ് പ്രശ്നങ്ങൾ, തീ പിടിക്കുന്ന പ്രശ്നങ്ങൾ. പണ്ട് കേരളത്തിലേ തീ പിടുത്തുണ്ടായില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ പല കേസുകളിലും തീ പിടിച്ച് ആ പേര് തന്നെ ആളുകൾ കളിയാക്കി ഒരു സിറ്റുവേഷനാണ്. പക്ഷേ അതിനിടയിലും ഈ പറയുന്ന പോലെ നമ്മൾ പറയാറുള്ള പോലെ എന്തൊരു സാധനം എടുത്താലും എപ്പോഴും അതിൻ്റെ നെഗറ്റീവാണ് ഹൈലൈറ്റ് ആയിട്ട് പറയുള്ളൂ. ആളുകൾക്ക് നെഗറ്റീവ് അറിയേണ്ട ഒരുപാട് പോസിറ്റീവുകളും ഉണ്ടാവും. അതുപോലെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ വണ്ടി ഓടിച്ചു കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെയുള്ള ചുരുക്കം കുറേ ഭാഗ്യം ചെയ്ത ആളുകളിൽ ഒരാളാണ് ഡാർവിൻ. ഇപ്പോഴും ഈ 93,000 കിലോമീറ്റർ ഓടിയിട്ടും ഇതിൻ്റെ തേയ്മാനം റിലേറ്റഡ് അല്ലാതെ വേറെ കംപ്ലൈൻറ്റുകളില്ല. സ്റ്റോക്ക് ബാറ്ററി മാറിയിട്ടില്ല, കൺട്രോളർ മാറിയിട്ടില്ല, മോട്ടർ മാറിയിട്ടില്ല, ടച്ച് സ്ക്രീൻ മാറിയിട്ടില്ല, അതിപ്പോഴും വർക്കിംഗ് ആണ്. ഇതുവരെ റോഡിൽ കിടക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ല. പക്ഷേ ബ്രേക്ക് പാഡ് തേഞ്ഞ് തീരുന്നുണ്ട്, അത് മാറ്റണം. പിന്നെ ഈ പറയുന്ന പോലെ സസ്പെൻഷൻ കുറച്ച് പ്രശ്നങ്ങൾ ആയിട്ടുണ്ട്, അത് മാറ്റണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർവീസ് ഡിലേ കാര്യങ്ങൾ അൺഅവൈലബിലിറ്റി ഒക്കെ തന്നെയുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല.
ഇപ്പോഴും ഈ പറയുന്ന പോലെ എവിടെയൊക്കെ പോവാറുണ്ട്? ഈ പറയുന്ന പോലെ വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് യൂട്യൂബറൊക്കെ കൂടെ ആണല്ലോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് എത്രത്തോളമൊക്കെ ലോങ് പോകും? ഞാൻ സാധാരണ അങ്ങനെ നമുക്ക് ചാർജിങ് സപ്പോർട്ടുള്ള ഏത് സ്ഥലത്തേക്കും പോകുന്നുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് പ്ലാൻ ചെയ്യും? പ്ലാൻ ചെയ്യാതെ നമുക്ക് ഇതുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ബ്ലേസ് DC ഉണ്ടോന്നാണോ? ബ്ലേസ് DC ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് പ്രയോറിറ്റി. പിന്നെ അതും ഇല്ലാന്നുണ്ടെങ്കിൽ KSIBയുടെ ചാർജ് മോഡ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട് ഈ ഓലയും കൊണ്ട്? ഇപ്പോൾ ഇതുകൊണ്ട് ഇപ്പം നെല്ലിയാമ്പതി, എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ പോയി വീട്ടിൽ നിന്ന് പോകാൻ 7 കിലോമീറ്ററാണ്. നെല്ലിയാമ്പതി, ആതിരപ്പള്ളി, വാഴച്ചാൽ, അവിടെ ഒരു ട്രക്കിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഈ വണ്ടി കൊണ്ട് തന്നെയാണ് പോയേക്കുന്നത്. അങ്ങനെ പല സ്ഥലത്തേക്കും പോയിട്ടുണ്ട്. ഡാർവിൻ്റെ വണ്ടിയിൽ ഡാർവിൻ സാറ്റിസ്ഫൈഡ് ആണ്? എൻ്റെ ഒരു 100% സാറ്റിസ്ഫൈഡ് എന്ന് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ഈ സർവീസിൻ്റെ കാര്യം ഒഴിച്ച് നിർത്തിയാൽ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ കംപ്ലൈൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ രക്ഷോട്ട് പോകുന്നത്. ഓല വന്ന ടൈമിൽ ഒരുപാട് ആളുകൾ പറഞ്ഞ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഈതർ പോലെ ഞങ്ങൾക്ക് 5000 കിലോമീറ്റർ ഞങ്ങൾക്ക് സർവീസ് ചിലവില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീടാണ് നമ്മൾ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയത്. ഈ പലരും ഈ പറയുന്ന പോലെ വണ്ടി ഓടിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു ബെയറിംഗ് പോയിട്ട് പോലും അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ട്, ബ്രേക്ക് പാഡ് തീർന്നിട്ട് അറിയാത്ത ആളുകളുണ്ട്. പക്ഷെ ആ ഒരു പീരിയോഡിക് സർവീസ് വേണ്ട സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 10,000 കിലോമീറ്റർ കൂടുമ്പോഴെങ്കിലും ഒരു പീരിയോഡിക് സർവീസ് വെക്കേണ്ടതായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ ഈ പറയുന്ന പോലെ നമുക്ക് പുറത്തുനിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളേ ഉള്ളൂ. വേറൊരു കാര്യങ്ങളുണ്ട്, ഈ ഓല ഇങ്ങനെ കൂടുതലും വഴി കിടക്കാൻ കാരണം ഈ പീരിയോഡ് സർവീസ് ഇല്ലാത്തതാണ് എനിക്ക്. അതെ, കാരണം പീരിയോഡ് സർവീസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. നോർമലി നമുക്ക് ആ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആ പീരിയോഡ് സർവീസിൽ കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. അതെ, ഇതില്ലാത്തതുകൊണ്ടാണ് കൂടുതലും ഇത്രയും പ്രശ്നമായിട്ട് വഴി കിടന്നിട്ട് കൊണ്ടുപോകുമ്പോഴാണ് അവിടെ സർവീസിന്. പീരിയോഡിക് സർവീസ് ഇല്ലാത്തൊരു വലിയ പ്രശ്നമായിരുന്നു. കാരണം നമ്മൾ ഈ പീരിയോഡിക് സർവീസിനൊക്കെ പോകുമ്പോൾ അവർക്ക് ബാറ്ററിയും BMS ഒക്കെ കണക്ട് ചെയ്തിട്ട് നോക്കി കഴിയുമ്പോൾ അവർക്ക് അറിയാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് തീരാറായോ, ബെയറിങ് മാറാറായോ. പല കേസുകളിലും സർവീസ് സെൻ്ററുകാർ നമ്മളെ പറ്റിക്കാറുണ്ട്. എങ്കിൽ പോലും അത് ശരിക്കും പീരിയോഡിക് സർവീസ് ഒരു നല്ലൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അത് ഇവർ ഒഴിവാക്കി. എന്നിരുന്നാൽ പോലും സത്യം പറഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും നമുക്ക് അതിനകത്ത് ചെയ്യാനില്ല. ഈ ബാറ്ററിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുക, നമ്മുടെ ബെൽറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, ബ്രേക്ക് പാഡ്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് മാറ്റുക, എന്തെങ്കിലും ലൂബ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാന്നുള്ളൂ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡാർവിൻ സർവീസ് സെൻ്ററിലോട്ട് പോയില്ലെങ്കിലും ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു. പക്ഷേ എയ്തർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്തറിന് നമുക്ക് 5000 കിലോമീറ്ററിൽ സർവീസ് ഉണ്ട്. ആ ഒരു പൈസ സത്യം പറഞ്ഞാൽ ഡാർവിന് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട് എയ്തർ വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ബെൽറ്റ് ഒരുപാട് മാറേണ്ടി വരുന്നില്ല. ഈ ബ്രേക്ക് പാഡ്സ് ഒക്കെ മാറാൻ എത്ര കോസ്റ്റ് ആവാറ്? ഒരു സൈഡ് 800 രൂപ. 800 രൂപ ഒരു സൈഡ്? മൊത്തം അല്ല, സോറി, 700. ഇപ്പോഴത്തെ റേറ്റ് ആണ് 780 രൂപയാണ് മറ്റേ വരുന്നത് ഒരെണ്ണത്തിന്. അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് കഴിക്കണല്ലേ നല്ലത്? പുറത്ത്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു അവൈലബിലിറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എവിടെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ബ്രേക്ക് പാഡ് മാറാൻ വേണ്ടി മാത്രമേ ഡാർവിന് സർവീസ് സെൻ്ററിലേക്ക് പോവേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങൾ ലോ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് സത്യമാണ്. വലിയ കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നുമില്ല. ഈ തേയ്മാനം വരുന്ന പാർട്സ് മാറ്റുക എന്നുള്ളേ ഉള്ളൂ. ബെൽറ്റ് കാര്യങ്ങൾക്കൊന്നും വലിയ കാര്യമായിട്ട് ചിലവൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വണ്ടി എടുത്താലും കംപ്ലയിൻ്റ് ഉള്ളവരുണ്ട്. പക്ഷേ ചില ബ്രാൻഡ്സ് എടുത്താൽ കംപ്ലയിൻറ്റ്സ് പൊതുവെ കൂടുതലായിരിക്കും. ഇപ്പോൾ അതിൽ എക്സാമ്പിളാണ് ഓല അല്ലെങ്കിൽ ടാറ്റ എന്ന് പറയുന്നത്. കംപ്ലയിൻസിനേക്കാളും ഉപരി സർവീസിൻ്റെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഏതൊരെടുത്താലും കംപ്ലയിൻറ്റ് പറയുന്ന ആളുകളുണ്ട്, സർവീസ് ശരിയല്ല എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓലയ്ക്ക് ഒരുപാട് കംപ്ലയിൻറ്റുകൾ, സർവീസ് റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഭാഗ്യം ചെയ്ത ആളുകളിൽ ഒരാളാണ് ഡാർവിൻ. ഇപ്പോൾ മിൽജോയുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 1.25-1.5 ലക്ഷം കിലോമീറ്ററൊക്കെ ഡാർവിൻ ഇതിൽ ഓടാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. ഇപ്പോൾ എന്തായാലും വണ്ടി വാങ്ങിച്ചു, അതിൻ്റെ പൈസയൊക്കെ തിരിച്ച് പിടിച്ച് ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന അത്രയും കാലം ഓടിക്കാൻ പറ്റട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ടെസറാക്റ്റൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യണം. പിന്നെ ഇതൊരു 1 ലക്ഷം 1.25 ആയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് കാണണം. അതുവരെ ബൈ.